ഹായ് ഹാപ്പിയസ്റ്റ് ഗുഡ് മോർണിംഗ് ടു ഓൾ. സോ ഇന്ന് വോയിസ് ഓവർ ചെയ്യുന്നത് പുറത്തിരുന്നിട്ടാണ്, വെറുതെ ഒരാഗ്രഹം. സോ ചില കിളികളുടെയൊക്കെ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. രാവിലെ എഴുന്നേറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി. അതിനുശേഷം മുടിയൊക്കെ ഒന്ന് കെട്ടി ബെഡിൽ നിന്ന് ഇതുവരെ ഞാൻ എണീറ്റിട്ടില്ല, അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. എഴുന്നേറ്റിട്ട് മുടിയൊക്കെ കെട്ടി സെറ്റായിരുന്നു. ശേഷം ഞാൻ വേഗം പോയി ബ്രഷ് ചെയ്യാനൊക്കെ നോക്കി, കാരണം ഓൾറെഡി സമയം 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയി ബ്രഷ് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തു. പക്ഷേ ഫേസ് വാഷൊന്നും യൂസ് ചെയ്തിട്ടില്ല, വെറുതെ വെള്ളം കൊണ്ട് വാഷ് ചെയ്തു. ഈ കൊറോണയ്ക്ക് ശേഷം കിട്ടിയൊരു ശീലമാണ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ അപ്പം കൈയൊക്കെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. സോ എസ്പെഷ്യലി മുഖം കഴുകുമ്പോൾ എന്തായാലും ഞാൻ കൈ കഴുകിയിട്ടേ മുഖം കഴുകാറുള്ളൂ. ഒപ്പം തന്നെ ഞാൻ കണ്ണും കൂടെ വാഷ് ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ സ്പെക്സ് വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മോർണിംഗ് എന്നും രാവിലെ ഫേസ് വാഷ് ചെയ്യുന്നതിൻ്റെ കൂടെ കുറച്ച് നേരം കണ്ണിലും കൂടെ അങ്ങനെ വെള്ളമാക്കും. സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളം യൂസ് ചെയ്ത് പ്രത്യേകം ഒന്ന് മുഖം കഴുകുന്നതേ ഉള്ളൂ, വേറെ ഫേസ് വാഷ് കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. സോ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് മൊത്തം തുടച്ച് സെറ്റാക്കി വെച്ചു. സോ ടിഷ്യൂ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇഫ് യു ഹാവ് ആക്നെ പ്രൂൺ സ്കിൻ. സോ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ടവൽ യൂസ് ചെയ്യുന്നതിനേക്കാൾ. സോ ടിഷ്യൂ യൂസ് ചെയ്ത് കംപ്ലീറ്റ് വെള്ളവും വൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ രാവിലെ പുറത്തൊക്കെ ഇറങ്ങേണ്ടതല്ലേ, സോ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്തു. ഇത് തന്നെയാണ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. സെറാവിയുടെ ജെൽ ടൈപ്പാണ്. ഓയിലി ആക്നെ പ്രൂൺ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ഫൈനലി സൺസ്ക്രീനാണ്. സൺസ്ക്രീനും സെയിം ജെൽ ടൈപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ആക്നെ എക്സ്പേർട്ട് സൺസ്ക്രീനാണത്. സോ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തു. അപ്പം തന്നെ മുഖത്ത് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും നമുക്ക്. സോ ഇത്ര മാത്രമാണ് ഞാൻ രാവിലെ ചെയ്തത്. ലിപ്സിലൊരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സോ അതിന് ശേഷം ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി വെറുതെ ഇവിടെ വന്നിരുന്നു. ഇതിപ്പോൾ പുതുതായിട്ട് പണിതൊരു തറയാണ്. സോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമുണ്ട് മാവിൻ്റെ അവിടെ. സോ ഇവിടെ ഡംബിൾസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊന്നെടുത്ത് പൊക്കി അച്ഛൻ്റെ ആയിരുന്നു. അപ്പം തന്നെ കൈവേദനിച്ചു. ഞാൻ സാധനം അവിടെ തന്നെ വെച്ചു, ഒന്നും ചെയ്യാൻ പോയില്ല, അവിടെ ഇരുന്നോട്ടെ. സോ അച്ഛൻ രാവിലെ എണീറ്റ് എക്സസൈസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ കുറേ നേരമായി ഒരു കുയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നത്, അതെവിടെ നിന്നാണ് തപ്പിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഫൈനലി ഞാൻ ആ ആളെ കണ്ടുപിടിച്ചു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ആൾ ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല. അതെ മുകളിലേക്ക് കയറി മാറിയിരിക്കുക ചെയ്തത്. ഞാനാരായി? ശശി. സോ അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. സോ ഈ ഒരു സോയക്കറിയും അതുപോലെ ചപ്പാത്തിയും ബുൾസൈയും ആയിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ സോയക്കറിയുടെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണേ. ഇപ്പം ഞാൻ ഈ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോമഡി വീഡിയോസാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കോമഡി വീഡിയോ കാണുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. സോ അത് സെറ്റാക്കി അതും ഇരുന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല, പൊതുവേ എരിവ് കുറവാണ് കഴിക്കാറുള്ളത്, ഇന്നത്തെ കുറച്ച് എരിവ് കൂടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് അച്ഛനൊന്ന് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടി പോവാണ്. അച്ഛൻ ഓൾറെഡി അവിടെ പോയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എന്നെ വിളിച്ചത്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട്. സോ അങ്ങോട്ടേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നടന്നു പോയി. സോ ഫൈനലി മെയിൻ റോഡിലേക്ക് എത്തി. ഇവിടെ ചെറിയ നഴ്സറീസൊക്കെ ഉണ്ട് ചെടികളുടെ. സോ അതൊക്കെ വെറുതെ ഒന്ന് നോക്കി അങ്ങനെ നടന്നു. പിന്നെ ഞാനിപ്പോൾ ഈ സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നതാണ് മാംഗോ ബേക്കേഴ്സ്. ഞാൻ മിക്കപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കയറുന്ന മസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണത്. സോ ഫൈനലി ഞാൻ അവിടെ എത്തി. അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്, സിസ്റ്റർ അവിടെ ഇരുന്ന ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. സോ അവസാനം അവരെൻ്റെ അടുത്ത് പുറത്ത് പോയിക്കോളാൻ പറഞ്ഞു. ഞാനവിടെ പോയിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കായിരുന്നു. സോ വേഗം അച്ഛൻ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു 5 മിനിറ്റ്സ് അവിടെ ഒബ്സർവേഷനിലെടുത്തി ഞങ്ങൾ നേരെ ഒട്ടുപിടിച്ച് വീട്ടിലേക്ക് പോന്നു. സോ ഈ കാണുന്നതാണ് എൻ്റെ തറവാട്. വലിയച്ഛനും വലിയമ്മയൊക്കെ അവിടെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ വീടുള്ളത്. നമുക്ക് കാണാനായിട്ട് പറ്റും, അവിടെ നേരെ കാണാം, അതാണ് എൻ്റെ വീട്. അങ്ങനെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുമ്പോഴേക്കും അമ്മ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം എനിക്ക് ഒന്ന് ഗുരുവായൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ ഞാൻ വന്നു, ഒന്നും കൂടെ മേക്കപ്പൊക്കെ ചെയ്ത്, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഓട്ടോ പിടിച്ച് നേരെ ഗുരുവായൂർ നടക്കിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു.
അപ്പോൾ ഓട്ടോയിൽ വേഗം നടക്കിലേക്ക് വിട്ടു. നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത്, അതുകൊണ്ട് നടക്കാതിരുന്നില്ലേ, നടന്നാൽ പോവുള്ളായിരിക്കും. നല്ല വെയിലുണ്ട്, നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു. രാവിലെ നല്ല തണുപ്പും ഉച്ചയ്ക്ക് നല്ല വെയിലും. സോ നല്ല കോമ്പിനേഷനായിരുന്നു. സോ വേഗം നടക്കിലേക്ക് പോയി ഞങ്ങൾ പർച്ചേസൊക്കെ ചെയ്തു. ആ ഷോപ്പിൽ നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ തിരിച്ച് നടക്കാനായിട്ട് തുടങ്ങി. തിരിച്ച് വരുമ്പോൾ ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ലഞ്ച് കഴിച്ചു. ചോറും പയറുകറി, നല്ല ഉപ്പിലിട്ട് നെല്ലിക്ക ഉണ്ടായിരുന്നു. കുറേ നാളായി ഞാൻ ഉപ്പിലിട്ടിട്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് ഞങ്ങളുടെ ഇവിടെ പയർ കുത്തിക്കാച്ചിയെന്നാണ് പറയാറുള്ളത്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അതിൻ്റെ കൂടെ നെല്ലിക്കയും കൂടെ കഴിക്കുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. പപ്പടം അമ്മ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. ഇല്ലായിരുന്നെങ്കിൽ അത് മൂന്നും കൂടിയാണെങ്കിൽ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഈ ബണ്ണാണ് കഴിച്ചത്. ഞാൻ ഓൾറെഡി മാംഗോ ബേക്കേഴ്സ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് മേടിച്ചത്. ഈ ഒരു കൈപ്പയ്ക്ക വറുത്തത് അവിടെ തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബീട്രൂട്ട് വറുത്തതും കിട്ടും, നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ കൈപ്പയ്ക്ക വറുത്തതിൽ ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഡിന്നറിന് വേണ്ടി കഴിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ബൈ.